അധികം ബന്ധുക്കളോ നാട്ടുകാരോ ഇല്ലാത്ത ഒരു ചെറിയ താലികെട്ട്. അതുകൊണ്ട് തന്നെ നിത്യയുടെ ഫാമിലിയിൽ നിന്നും 10 പേരെ ക്ഷേത്രത്തിൽ വന്നിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈവനിങ് ഫംഗ്ഷനെത്തും. ആരവിൻ്റെ ബന്ധത്തിൽ നിന്നും കയ്യിലെണ്ണാവുന്ന കുറച്ചു പേരെത്തി. അമ്മയ്ക്കിപ്പോൾ ചെറിയ മാറ്റമുണ്ട്. എന്തേലും സംസാരിക്കും, പക്ഷേ മുറിഞ്ഞു മുറിഞ്ഞു പോകും. മെറൂൺ കളർ പട്ടുസാരിയും വളരെ കുറച്ച് ആഭരണങ്ങളും തല നിറയെ മുല്ലപ്പൂവും വെച്ച് കല്യാണ പെണ്ണായി അവൻ്റെ കയ്യിൽ കൈ കോർത്ത് പിടിച്ച് ക്ഷേത്രം ചുറ്റി തൊഴുമ്പോൾ ഫാനു അമ്മയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് ആശിച്ചു പോയി. ആരവിൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ചിത്രയുടെ കണ്ണിൽ കുശുമ്പ് നിറഞ്ഞു. അവർ മകളായ ആരതിയുടെ തോളിൽ ശക്തിയിലടിച്ചു. എന്താ അമ്മ, വായും തുറന്നു നിന്നോ? അന്നേ ഞാൻ പറഞ്ഞതാ അവനെ അങ്ങ് പ്രേമിക്കാൻ. കേട്ടിരുന്നേൽ ആ രംഭയുടെ സ്ഥാനത്ത് നീ ആയിരുന്നേനെ. ഞാനും ഈ അമ്മയ്ക്ക് വട്ട. അവനെ കെട്ടി ആ കിടന്ന് നിരങ്ങുന്ന തള്ളയെ കൂടി നോക്കി എൻ്റെ ജീവൻ തീരണം. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷം കിട്ടും അല്ലേ? എടി പൊട്ടി പെണ്ണേ, അവൾക്ക് ക്യാൻസറാണ്. കൂടിപ്പോയാൽ 6-7 മാസം സഹിച്ചാൽ മതിയായിരുന്നു. പിന്നെ സുഖജീവിതം. അവന് നല്ല ജോലിയാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പെങ്കൊച്ച്, ആരവിന് ചേരും. ചിത്രയ്ക്ക് പിന്നിൽ നിന്നും ബന്ധുക്കൾ നിത്യയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അവർക്ക് അതിഷ്ടമായില്ല. ഓ, നല്ലത് വന്നിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ആവട്ടെ, നല്ലതിൻ്റെ സ്വഭാവം നേരിട്ട് കാണാം. ചിത്ര പിറുപിറുത്തു. ആരവ് ക്ഷേത്രത്തിൻ്റെ മുൻവാതിലിൽ നോക്കി നിൽക്കുവാണ്. ആരെയാ നോക്കുന്നേ? മുഹൂർത്തത്തിന് സമയമായി, ചിത്ര പറഞ്ഞു. ആദിയും വർമ്മയും വന്നു. പിന്നാലെ അഫിയും ലക്ഷ്മിയും. കൊരുത്ത് പിടിച്ച അവൻ്റെ കയ്യിൽ നിന്നും അവൾ കൈ അകത്തി മാറ്റി. അഫിയുടെ മുഖം ഇരുണ്ടു. നിത്യ പ്ലീസ്. അവൻ തല കുലുക്കിയതും അവൾ ഓടിച്ചെന്ന് നിത്യയെ കെട്ടിപ്പിടിച്ചു. ആരവിൻ്റെ താലി അവളുടെ കഴുത്തിലേക്ക് ചേർന്നു. ലക്ഷ്മി ഒന്ന് വിങ്ങി. ചുണ്ട് കടിച്ചു പിടിച്ച് അഫിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. വാട്ട് ഹാപ്പൻ സീതാദേവി? അവൻ ചെവിയോട് ചുണ്ടടിപ്പിച്ചു. ഒന്നുമില്ല. വിതുമ്പലടക്കി ശ്രീകോവിലിനകത്തേക്ക് നോക്കുന്നവളെ കാണുമ്പോൾ അഫിയുടെ കണ്ണുകൾ കുറുകി. സിന്ദൂര ചുവപ്പ് പടർന്നതും നിത്യ കണ്ണുകൾ മുറുകെ അടച്ചു. പുഞ്ചിരിയോടെ നിറഞ്ഞ പ്രണയത്തോടെ ആരവിൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിത്തടത്തിൽ ചേർന്നു. ലവ് യു, അവൻ പറഞ്ഞു. അവൾ കണ്ണുകൾ തുറന്നു. മിഴികൾ തമ്മിൽ പരസ്പരം ഉടക്കുമ്പോൾ അവളുടെ ചുണ്ടിലും ചെറിയൊരു ചിരി നിറഞ്ഞു. വീൽ ചെയറിലിരിക്കുന്ന അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. കല്യാണ സദ്യ കഴിച്ച് ബന്ധുക്കൾ ആരവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ഞങ്ങൾ ഈവനിങ് വരാൻ കേട്ടോ ആരവ്? അഫി പറഞ്ഞു. ലക്ഷ്മിയും നിത്യയും കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ദേ അമ്മ, ആ ചെക്കനെ കണ്ടോ? എന്ത് ഗ്ലാമറാ! അപ്പോഴാണ് ചിത്രയും അഫിയെ ശ്രദ്ധിച്ചത്. ആ കൊള്ളാം, കാണാൻ ഒരു ചേലുണ്ട്. അമ്മ വന്നേ, അത് ആരവിൻ്റെ ബോസായിരിക്കും. ഒരു ചൂണ്ട ഇട്ട് നോക്കാം, ചിലപ്പോൾ കൊത്തിയാലോ. ചിത്രയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ആരതി അഫിക്കും ആരവിനും അരികിലേക്ക് വന്നു. ഹായ്. അഫിക്ക് നേരെ അവൾ കൈ നീട്ടി. അവനവളെ അടിമുടി നോക്കി. ആരവ് മോൻ്റെ ബോസാണല്ലേ? ഞാനവൻ്റെ അപ്പച്ചിയാ. ഇതെൻ്റെ മോളും, ചിത്ര പറഞ്ഞു. അഫി തല കുലുക്കി ചിരിച്ചു. അവളുടെ കയ്യിൽ കൈ ചേർത്തു. ഐ ആം അഭിമന്യു വർമ്മ, നൈസ് ടു മീറ്റ് യു. ലക്ഷ്മിയും നിത്യയും അങ്ങോട്ടേക്ക് വന്നു. ദിസ് ഈസ് മൈ വൈഫ്. അഫി ലക്ഷ്മിയെ പരിചയപ്പെടുത്തിയതും അമ്മയുടെയും മകളുടെയും മുഖത്തെ ചിരിയും ചാട്ടവും നിന്നു. രണ്ടും അവിടെ നിന്ന് വലിയുകയും ചെയ്തു. ഷോ, പാവം ആരതി. അവളുടെ മോഹത്തിന് ഒരു നീർക്കുമിളയുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ആരവ് പറഞ്ഞു ചിരിച്ചു. അഫിയും ലക്ഷ്മിയും പോയി. അമ്മയെ കാറിലിരുത്തി ആരവും നിത്യയും നിത്യയുടെ അമ്മയും വീട്ടിലേക്ക് തിരിച്ചു. റൂമിൽ കയറിയ പാടെ സാരി പോലും മാറ്റാതെ മുഖവും വീർപ്പിച്ചിരിക്കുവാണ് ലക്ഷ്മി. അഫി ഡോർ അടച്ചതും അവൾ തല വെട്ടിത്തിരിച്ചു. എന്തു പറ്റി മാഡം? എൻ്റെ PS-ന് ദേഷ്യം വന്നാൽ ചുണ്ടും മൂക്കും എന്ന് വേണ്ട, എല്ലായിടങ്ങളും അങ്ങ് ചുവക്കും. അഫി അടുത്തിരുന്നതും ലക്ഷ്മി എഴുന്നേറ്റു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. എന്തു പറ്റി? ദേഷ്യമാണോ രാവണനോട്? ആ അതെ. കാര്യം എന്താന്ന് അറിയാലോ? ഒന്ന് കൈ കൊടുത്തതിൽ എന്താടി തെറ്റ്? ആ കൊച്ച് വല്ലാണ്ട് മോഹിച്ചു വന്നതല്ലേ? ഓ, അപ്പം മനസ്സിലായി. മോഹിച്ചു വരുന്നവർക്ക് അങ്ങനെ കൈ മാത്രം ആക്കണ്ട. ലക്ഷ്മിയുടെ കവിളുകൾ പോലും വിറച്ചു ദേഷ്യത്തിൽ. ശരി, ഇനി കൊടുക്കില്ല. അഫി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മടിയിലിരുത്തി. തോളിൽ താടിയൂന്നി കൈ ഇടുപ്പിലൂടെ ചുറ്റി. ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല. തലമുടിയിലെ മുല്ലപ്പൂവിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. അഫി ലച്ചുമ
പതിയെ അവൻ വിളിച്ചതും അവൾ ഞെട്ടി ചരിഞ്ഞിരുന്നു. അഫി കണ്ണിറക്കി. ലച്ചുമ നന്നായിട്ടുണ്ട് അല്ലേ? എവിടെന്ന് എങ്ങനെ അറിയാം? അവളിരുന്ന് വിൽക്കുന്നുണ്ട്. എന്ത് എൻ്റെ പെണ്ണെ? അതിങ്ങനെ വായിൽ അറിയാതെ വന്നതാ. ലക്ഷ്മി ആശ്വാസത്തിൽ നെഞ്ചിൽ കൈവച്ചു. പിന്നെ ഇന്ന് ഈവനിങ് ഇടാനുള്ള ഡ്രസ്സ് ഷെൽഫിലുണ്ട്, അതിട്ടാ മതി. അവൾ ചാടി പിടിച്ച് എഴുന്നേറ്റു. ഷെൽഫ് തുറന്നു. അവിടെ 2 ബോക്സ് ഉണ്ട്. ഒന്നിൽ സാരിയാണെന്ന് മനസ്സിലായി. മുകളിലത്തെ കുഞ്ഞു ബോക്സ് ഗിഫ്റ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കുന്നു. ഇതെന്താ? ഓപ്പൺ ചെയ്യ്. രണ്ടും ബിസിനസ് മീറ്റ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മേടിച്ചതാ. ഗിഫ്റ്റ് പേപ്പർ മാറ്റിയതും അതിനുള്ളിൽ എന്താണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ട. ബോക്സ് ഓപ്പൺ ചെയ്യാതെ പറഞ്ഞു. എന്തുകൊണ്ട്? ഇഷ്ടമായോന്ന് നോക്ക് സീത. എനിക്ക് ഗോൾഡൊന്നും വേണ്ട, ഇത് മതി, ഇത് മാത്രം. കഴുത്തിൽ കിടന്ന കട്ടി കുറഞ്ഞ മാല ഉയർത്തി പിടിച്ചു പറഞ്ഞു. മതി, അത് മാത്രം മതി. എന്നാലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാമല്ലോ, അതിന് വാങ്ങിയതാ. അവൻ ബോക്സ് ഓപ്പൺ ചെയ്തു. വൺലി ഡയമണ്ട്. അഫി ആ നെക്ലസ് കയ്യിലെടുത്തു. സീത പ്ലീസ്, ഞാൻ ഒരുപാട് ആശിച്ച് വാങ്ങിയതാ. അവനത് കഴുത്തിലേക്ക് വെച്ചു. മുടി പിന്നിലേക്കിട്ടു. കൊളുത്ത് പല്ലിനാൽ കടിച്ചു മുറുക്കി. രാവണ അവൻ്റെ തുടയിൽ അമർത്തി പിടിച്ചു. കഴുത്തിലൂടെ അഫിയുടെ വിരൽ ചലിച്ചു. സൂപ്പർ സീത, എന്ത് ഭംഗിയാ എൻ്റെ വൈഫി. അവൾക്ക് ചിരി വന്നു. അവളുടെ തോളിൽ പിടിച്ച് ബെഡിലേക്ക് ചായച്ചു. ഷോ, ഇപ്പം സമയമില്ല സാറ്. സമയം നോക്കിയേ, 6 മണിയായി. 7 മണിക്കാ ഫംഗ്ഷൻ. അഫി തല കുടഞ്ഞു. മോഹിച്ച് പോയില്ലേടി, ഒരു 5 മിനിറ്റ്. പതിയെ അവൻ പറഞ്ഞു. അവളത് ശ്രദ്ധിക്കാത്തതുപോലെ നടന്നു. ചവിട്ടിത്തുള്ളി അഫി റൂമിൽ നിന്ന് പോയതും ലക്ഷ്മി കണ്ണാടിക്ക് മുന്നിൽ നിന്നു. കഴുത്തിൽ പറ്റി പിടിച്ച് കിടക്കുന്ന നെക്ലസിലേക്ക് നോക്കി. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ കണ്ടതും ഷൂ ലേസിൽ നിന്നും അഫിയുടെ കൈകൾ അയഞ്ഞു. വാടാമല്ലി കളറിൽ സ്റ്റോൺ വർക്കുള്ള സാരിയാണ്, സ്ലീവ്ലെസ് ബ്ലൗസും. ഓ, മനുഷ്യൻ്റെ കൺട്രോള് കളയാനായിട്ട് അഫി നിരാശയോടെ വീണ്ടും ഷൂ ലേസ് കെട്ടി. പോകാം അഫി. 2 പേരും താഴേക്ക് വരുമ്പോൾ ഇന്ദുജയും നിധിയും എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നുണ്ട്. സാർ, മാഡം ഉണ്ട്, ഇനി ഞാൻ പോകണ്ടെന്ന് പറയൂ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാനേ നിന്റെ ഹസ്ബൻഡാണ്. ആൻറ്റി ദേ വരുന്നുണ്ട്. നിധി ഇന്ദുജയുടെ കയ്യിൽ തട്ടി. 2 പേരും താഴെ എത്തി. മോനു, നീ ഇതെവിടെ പോവാ? മമ്മ 2 പേർക്കും മുന്നിൽ നിന്നു. ലക്ഷ്മിയുടെ കഴുത്തിൽ കിടക്കുന്ന നെക്ലസിൽ നോക്കി പല്ല് കടിച്ചു. ആരവിൻ്റെ വെഡ്ഡിംഗ് റിസപ്ഷൻ ഇന്നാണ് മമ്മ. ഓഫീസ് സ്റ്റാഫ്സ് എല്ലാവരും ഉണ്ട്. അഫിയും ലക്ഷ്മിയും പോകുന്നത് നോക്കി സിറ്റ് ഔട്ടിൽ നിന്നു. ആൻറ്റി, എനിക്കൊരു സംശയം. അഫിക്ക് അവളോട് ഇഷ്ടമുണ്ടോ എന്ന്? അവൾ ഇന്നലെ എന്നോട് പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഉടനെ അഭിമന്യുവിൻ്റെ ബേബി വരവറിയിക്കും. നോ നിധി, അങ്ങനെ ഒന്ന് ഒരിക്കലുമില്ല. എൻ്റെ ആൻറ്റി, അവൻ നമ്മളെ വിദഗ്ധമായി പറ്റിക്കുക. ഇഷ്ടമില്ലേൽ ഇങ്ങനെ അണിയിച്ചൊരുക്കി കൊണ്ട് നടക്കുമോ? അവള് സുന്ദരിയാ. അവനെ മയക്കിയെടുത്തതാ. ഇനി വൈകിക്കൂടാ. എത്രയും പെട്ടെന്ന് ഇവരെ അകറ്റണം. 2 പേരും പരസ്പരം വെറുക്കണം. അതിന് ഡാഡി പറഞ്ഞ മാർഗം തന്നെ സ്വീകരിക്കുന്നതാ ബെറ്റർ. മോളെ, അത് ഇത്തിരി കൂടിപ്പോയില്ലേ? എനിക്കെന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഒരു പക്ഷേ സത്യമായാലോ? ഇന്ദുജയ്ക്ക് വെപ്രാളം. അയ്യേ, എൻ്റെ ആൻറ്റി ഇത്രയ്ക്കേ ഉള്ളോ? കുഞ്ഞു കുട്ടികളെപ്പോലെ ചിന്തിക്കാതെ നമുക്ക് കാര്യം നടക്കണം. അതിന് ഏത് മാർഗവും സ്വീകരിക്കാം. ആൻറ്റിക്കൊപ്പം എന്തിനും നിധി ഉണ്ടാവും. എനിക്ക് അഫിയെ വേണം. പിന്നെ ഈ ആൻറ്റിയുടെ മരുമകളായി ജീവിക്കണം. വീടിൻ്റെ മുറ്റത്ത് വലിയൊരു ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബലൂൺസും പല നിറത്തിലുള്ള ലൈറ്റ്സും ലാവൻഡർ ഫ്ലവറും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. 2 പേരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്തു. വന്ന അതിഥികൾ കല്യാണ പെണ്ണിനും ചെക്കനും ഗിഫ്റ്റുകൾ കൊടുത്തു. പിന്നെ ഫുഡ് കഴിക്കുന്ന തിരക്ക്. ആരവിൻ്റെ അടുത്ത കൂട്ടുകാരും ബന്ധുക്കളും മാത്രം അവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും പിരിഞ്ഞു പോയി. സീത, അഫി ചിണുങ്ങുന്നുണ്ട്. അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. ഈ ഒരു പ്രാവശ്യം ഒരു സന്തോഷത്തിന്. സമ്മതിച്ചു, പക്ഷേ ഓവറാക്കരുത് കേട്ടല്ലോ. തിരികെ പോകാനുള്ളതാ, അവൾ ശാസനയോടെ പറഞ്ഞു. ഇല്ല ലക്ഷ്മി, ഞാൻ ശ്രദ്ധിച്ചോളാം. ആരവ് പറഞ്ഞതും അവൾ തലകുലുക്കി. ഹോ, താങ്ക് യു. അഫി അവളുടെ കവിളിൽ ചുംബിച്ചു. ലക്ഷ്മി അന്തം വിട്ട് ചുറ്റും നോക്കി. ആരും കണ്ടില്ല പെണ്ണെ. ലഹങ്കയും പൊക്കി പിടിച്ച് നിത്യ പിന്നിൽ. വാ, അവരെ അടിച്ചു പൊളിക്കട്ടെ, നമുക്ക് അകത്തിരിക്കാം. 2 പേരും വീട്ടിനുള്ളിലേക്ക് കയറി. അമ്മ ഉറങ്ങിയോ നിത്യ?
ഫുഡും ടാബ്ലറ്റും കഴിച്ച് ദേ ഇപ്പോൾ ഉറങ്ങി, ചിത്ര പറഞ്ഞു. മോളുടെ മുഖത്തെന്താ ഒരു വാട്ടം? രാവിലെ മുതൽ ഉടുത്ത് കെട്ടി നിൽക്കുവല്ലേ, അതാവും. പോയി ഡ്രസ്സ് മാറി വാ, അപ്പച്ചി ഒരു മാംഗോ സ്മൂത്തി എടുക്കാം. ഹാ ശരിയെന്നാ. ലച്ചു നീയും വാടി, ഇതൊക്കെ ഊരി മാറ്റാൻ ഒരാളുടെ സഹായം വേണം. രണ്ടുപേരും റൂമിലേക്ക് പോയി. ചിത്ര പുച്ഛച്ചിരിയോടെ കിച്ചണിലേക്ക് നടന്നു. ഫ്രിഡ്ജിലിരുന്ന മാംഗോ എടുത്തു, ഒപ്പം ഒരു ബോട്ടിലും. അമ്മ എന്താ ഇവിടെ പരിപാടി? ഓ ടച്ചിങ്സിന് മാങ്ങയാണോ? ആരതി കിച്ചൺ സ്ലാബിന് മുകളിലിരുന്നു. ഒന്ന് പോടി, ആരമ്പേ നല്ലത് നല്ലതെന്ന് പറഞ്ഞവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കും. നീ നോക്കിക്കോ. ഒരു ഗ്ലാസ്സിൽ സ്മൂത്തി പകർന്നു, മറ്റൊന്നിൽ പകുതിയോളം ആ ബോട്ടിലെ ഡ്രിങ്ക്സും ബാക്കി സ്മൂത്തിയും ചേർത്തു. അമ്മ ഇത് പണിയാവോ? ഒരു പണിയില്ല. എന്തായാലും നാളെ നേരം വെളുക്കുമ്പോഴേ അവൾ ഉണരൂ. അപ്പോഴേക്കും നമ്മൾ പോകും. പിന്നെന്താ? എന്നാലും അളവ് കൂടുതലല്ലേ? ആരതി വെപ്രാളത്തിൽ നിന്നു. എൻ്റെ മോളെ, ഇതത്രയും ഉള്ളിൽ പോയാൽ അവൾ ഇവിടം തിരിച്ചു വയ്ക്കും. ഇന്ന് ഫസ്റ്റ് നൈറ്റ് സൂപ്പറാകും. ചിത്ര 2 ഗ്ലാസ് എടുത്ത് ആരതിയുടെ കയ്യിൽ കൊടുത്തു. അവര് റൂമിലുണ്ട്, കൊടുക്ക്. മാറിപ്പോകരുത്. വലത് കയ്യിലിരിക്കുന്ന ആപ്പിളിൻ്റെ സ്റ്റിക്കറുള്ള ഗ്ലാസ് നിത്യയ്ക്ക് കൊടുക്കണം. അല്ലമ്മ, ആ ലക്ഷ്മിക്ക് കൂടി കൊടുത്താലോ? ആരതി പറഞ്ഞു. അയ്യോ, ആ ചെക്കൻ നമ്മളാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞാൽ വീട് തേടി വന്ന് അടിക്കും. അവൻ്റെ ഓഫീസ് സ്റ്റാഫ് പറഞ്ഞതാ, ബോസ് ഭയങ്കര ചൂടനാണെന്ന്. അതുകൊണ്ട് വേണ്ട. ആരതി വരുമ്പോൾ ലക്ഷ്മി ബെഡിലിരിക്കുന്നുണ്ട്, നിത്യ കിടക്കുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇത് കുടിച്ച് കിടന്നോ, ക്ഷീണം മാറും. ആരതി ഇടത് കയ്യിലിരുന്ന ഗ്ലാസ് ലക്ഷ്മിക്ക് കൊടുത്തു. അവളത് വാങ്ങി. വലത്തെ കയ്യിലിരുന്ന ഗ്ലാസ് നിത്യയ്ക്ക് നേരെ നീട്ടി. ഞാനിപ്പോൾ കിടന്നതേ ഉള്ളൂ, നടു നല്ല വേദന, എനിക്കിപ്പോൾ എഴുന്നേൽക്കാൻ വയ്യ. ആരതി, നീ അത് അവിടെ ടേബിളിൽ വെച്ചോ. ഈ നടു ഒന്ന് നിവർത്തിയിട്ട് ഞാൻ എടുത്ത് കുടിച്ചോളാം. ലക്ഷ്മി ഗ്ലാസ് ചുണ്ടോട് ചേർക്കുന്നത് നോക്കി ആരതി റൂം വിട്ടു പോയി. ഓ എന്ത് കുത്തല! ലക്ഷ്മി ഗ്ലാസ് ടേബിളിൽ വെച്ചു. ഈ സാരിയുടെ സ്റ്റോൺ ദേഹത്ത് കുത്തുക, ഒന്ന് ഊരി മാറ്റിയാൽ മതിയായിരുന്നു. പിറുപിറുത്തുകൊണ്ട് അവൾ ടോയ്ലറ്റിലേക്ക് കയറി. തിരികെ വരുമ്പോൾ ഗ്ലാസ് കാലിയായിരിക്കുന്നു. നീ എൻ്റെ ഗ്ലാസ്സിലേതാണോ കുടിച്ചത്? അത് ഞാൻ കുടിച്ചതാ. ഓ അത് സാരമില്ല. നിത്യയുടെ കണ്ണുകളിൽ ഉറക്കം വന്ന് മൂടി. നിമിഷങ്ങൾക്ക് ശേഷം, അയ്യോ എനിക്കിപ്പോൾ അഫിയെ കാണണം. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. നിത്യ അറിഞ്ഞില്ല. എടി നിത്യ, എഴുന്നേറ്റേ. ലക്ഷ്മി അവളെ തട്ടി വിളിച്ചു. എന്താ? എൻ്റെ രാവണൻ എവിടെ? എനിക്കിപ്പോൾ കാണണം. നിത്യ ചാടി പിടിച്ച് എഴുന്നേറ്റു. എന്താടി, എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? വാ നമുക്ക് താഴെ പോവാം, ബോസിനെ കാണാം. എന്താടി വയ്യേ? അതൊന്നുമില്ല, വാ. ലക്ഷ്മി നിത്യയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഹോയ് രാവണ! ഉറക്കെയുള്ള വിളി. അഭിമന്യു ഞെട്ടിത്തരിച്ചു പോയി. കൂടെ നിന്ന ഓഫീസിലെ സ്റ്റാഫ്സ് പരത്തി പിടിച്ച് നോക്കുന്നുണ്ട്, ആരായി രാവണനെന്ന്. ലക്ഷ്മി ഓടി വരുന്നത് കണ്ടതും അഫി ആരവിൻ്റെ മുഖത്ത് നോക്കി. കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ച് അവൾ ചിരിച്ചു. അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. വാ അഫി, പോകാം. ലക്ഷ്മി വായ തുറന്നതും വല്ലാത്തൊരു മണം അവൻ്റെ മൂക്കിലേക്ക് തുളച്ച് കയറി. നിത്യ എന്താ ഇത്? അഫി ഗൗരവത്തിൽ ചോദിച്ചു. അത് അറിയില്ല സാർ, അപ്പച്ചി കൊണ്ടുതന്ന സ്മൂത്തി കുടിച്ചതാ. ഞാനും കഴിച്ചു, പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആരവ് ഞെട്ടി നിൽക്കുന്നു. വാരാവണ, നമുക്ക് വീട്ടിൽ പോകാം. ലക്ഷ്മി കൊഞ്ചുന്നുണ്ട്. അഫിക്ക് ചിരി വന്നു. പോകാം. എല്ലാവരോടും ബായ് പറഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു. ഡോർ തുറന്നു. ഞാൻ വരില്ല, അവൾ ശാഠ്യം പിടിച്ചു. പിന്നെ എങ്ങനെ വീട്ടിൽ പോകും ലക്ഷ്മി? ദേ അതിൽ പോകാം, എനിക്കതാ ഇഷ്ടം. ആരവിൻ്റെ ബുള്ളറ്റിന് നേരെ അവൾ വിരൽ ചൂണ്ടി. സീത, അത് വേണ്ട മോളെ, മഴക്കാറുണ്ട്. മഴ പെയ്താൽ നമ്മൾ നനയില്ലേ, അതുകൊണ്ട് കാറ് മതി. പറ്റില്ല. കുഞ്ഞുകുട്ടിയെ പോലെ പെണ്ണ് നിലത്ത് കാലിട്ട് തട്ടി. സാറിന് കാറ് ഓടിക്കാനേ അറിയൂ, ബുള്ളറ്റ് ഓടിക്കാൻ അറിയില്ലേ? അയ്യേ. ലക്ഷ്മി ചുണ്ടത്ത് വിരൽ വെച്ച് ഉറക്കെ ചിരിച്ചു. അഫി ദാ കൊണ്ടുപോടാ. ആരവ് കീ അവന് നേരെ നീട്ടി. അഫി ബുള്ളറ്റിലേക്ക് കയറി. ലക്ഷ്മി കാലുയർത്തി കയറാൻ ശ്രമിച്ചു. പിന്നെ കള്ളച്ചിരിയോടെ അവനെ നോക്കി കണ്ണിറുക്കി. ഞാൻ ദേ ഇവിടെ ഇരിക്കാം, ഇല്ലേൽ വീഴും. മുന്നിൽ അഫിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. ഡാഫി, ആരവ് ചിരിച്ചു. പിന്നെ ആ അപ്പച്ചിയെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കരുത്. നാളെ ഇതുണരുമ്പോൾ ഞാനിങ്ങ് വരും.